ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. NMMS എക്സാമിൻ്റെ മെൻ്റൽ എബിലിറ്റിയിലെ 4th ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കോഡിങ് ഡീകോഡിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഇൻ എ സർട്ടൻ കോഡ് നാഗ്പൂർ ഈസ് കോഡഡ് ആസ് OBHQVS. ദെൻ ബംഗളൂരു വിൽ ബി കോഡഡ് ആസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി ആദ്യമേ ഒരു ഹിൻറ്റ് നൽകിയിട്ടുണ്ട് അല്ലേ. നാഗ്പൂർ എന്ന ആ ഒരു നെയിം എന്ത് വെച്ച് കോഡ് ചെയ്തിരിക്കുന്നു? യെസ്, ഈ ലെറ്ററുകൾ വെച്ച് കോഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ ഏതാണോ വേർഡ് നമ്മൾ എടുത്തത് അതിൻ്റെ മുകളിൽ ആ കോഡ് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സ് എഴുതി വെക്കുക. അതായത് OBHQVS എന്ന് പറയുന്ന ഈ ലെറ്റേഴ്സ് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലെറ്റർ അതായത് വേർഡിലുള്ള ലെറ്ററും ഈ കോഡ് ചെയ്യപ്പെട്ട ലെറ്ററും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇവിടെ N ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൽഫബറ്റിക് സീരീസ് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ N കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്ററാണ് O വരുന്നത് അല്ലേ. കാരണം KLMNO N കഴിഞ്ഞിട്ടാണ് O വരുന്നത്. അതുപോലെ A കഴിഞ്ഞിട്ട് B വരും, G കഴിഞ്ഞിട്ട് H വരും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് റിലേഷൻ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബംഗളൂരു എന്ന് പറയുന്ന ഈ ഒരു വേർഡിനെ നമ്മൾ കോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? യെസ്, B കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ ആയിരിക്കും അല്ലേ അടുത്തത്. B കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ C ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ 2 ഓപ്ഷൻ നിങ്ങൾക്ക് സിയിൽ തുടങ്ങുന്നത് കാണാം അല്ലേ. സെക്കൻഡ് ഓപ്ഷനും അതുപോലെ തന്നെ 4th ഓപ്ഷനും. അപ്പോൾ എന്ത് ചെയ്യാം മക്കളെ? ഈ പറഞ്ഞ ആദ്യത്തെ ഓപ്ഷനും അതുപോലെ തന്നെ 3ാമത്തെ ഓപ്ഷനും കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് 2ാമത്തെ ഓപ്ഷനും അതുപോലെ തന്നെ 4ാമത്തെ ഓപ്ഷനാണ് കേട്ടോ. ഇനി ഈ 2ാമത്തേലും 4ാമത്തെ ഓപ്ഷനിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CFOHBMV അത് കഴിഞ്ഞ് അവസാനത്തെ 2 ലെറ്ററുകളിലാണ് മാറ്റം വരുന്നത്. അതായത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2ാമത്തെ ഓപ്ഷനിലും 4ാമത്തെ ഓപ്ഷനിലും ഒരേ ലെറ്റേഴ്സ് തന്നെയാണ് അല്ലേ. ആദ്യത്തെ കുറച്ച് ലെറ്ററുകളൊക്കെ ഒരേ പാറ്റേണിൽ തന്നെയാണ്. എവിടെ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ? ഈ പറഞ്ഞ അവസാനത്തെ 2 ലെറ്ററുകളിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ബാംഗ്ലൂരു എന്ന വാക്കിൻ്റെ അവസാനത്തെ 2 ലെറ്ററുകൾ നോക്കിക്കഴിഞ്ഞാൽ ആറും U ആണ് അല്ലേ. അപ്പോൾ ആറിന് ശേഷം വരുന്നത് S ആണ് അല്ലേ. അതിനുശേഷം യുവിന് ശേഷം വരുന്നത് V ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അവസാനിക്കുന്നത് S-ലും V-യിലാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കിനി മറ്റു ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ടോപ്പർ ചെയ്യുന്നുണ്ടാവുക. അതായത് NMMSന് നല്ല റാങ്ക് കിട്ടുന്ന കുട്ടി ഉടനടി എന്ത് ചെയ്യും? ഈ മെത്തേഡിലായിരിക്കും ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇഫ് ഗോൾഡ് ഈസ് കോഡഡ് ആസ് ഹോം ആൻഡ് കം ഈസ് കോഡഡ് ആസ് ഡൺ ദെൻ സൺസ് ക്യാൻ ബി കോഡഡ് ആസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ NMMS എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. സോ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ ഇവിടെ ഗോൾഡ് എന്ന വാക്കിനെ ഹോം എന്ന വാക്കായിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യെസ്, ഗോൾഡ് എന്ന വാക്കിൻ്റെ മുകളിൽ നമ്മൾ ഹോം എന്ന് എഴുതി കൊടുക്കുന്നു. കാരണം കോഡ് ചെയ്ത ആ ഒരു വാക്ക് എന്ത് ചെയ്യണം? മുകളിൽ എഴുതി കൊടുക്കണം. യെസ്, ഇനി അതിനുശേഷം നമ്മൾ നോക്കുന്നത് അതിൻ്റെ റിലേഷനാണ് കേട്ടോ. എന്താണ് ചെയ്യേണ്ടത്? റിലേഷൻ നോക്കണം. ഇനി ഫസ്റ്റ് ലെറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജിക്ക് പകരം കോഡ് ചെയ്തത് H എന്നാണ്. അപ്പോൾ നമ്മൾ ആൽഫബറ്റിക് സീരീസിനെ കുറിച്ച് ആലോചിച്ചു, ആൽഫബറ്റുകളെ കുറിച്ച് ആലോചിച്ചു. ABCDEFG കഴിഞ്ഞിട്ടാണ് H വരുന്നത് അല്ലേ. G കഴിഞ്ഞ് ഉടനടിയാണ് എന്ത് വരുന്നത്? H വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ലെറ്റർ അതിന് ശേഷം വരുന്ന ലെറ്റർ വെച്ചിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ജിക്ക് ശേഷം വരുന്ന ലെറ്ററാണല്ലോ H. അപ്പോൾ അതിന് ശേഷം വരുന്ന ലെറ്ററാണ് എന്ത് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്? കോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് ലെറ്ററിലേക്ക് നോക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് O എന്ന ലെറ്ററിനെ കോഡ് ചെയ്തിരിക്കുന്നത് O എന്ന് പറയുന്ന അതേ ലെറ്റർ വെച്ചിട്ട് തന്നെയാണ്. അതായത് O എന്ന് പറയുന്ന ലെറ്ററിനെ ഒരു മാറ്റവും ഒരു കോഡിങ്ങിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. O എന്ന് പറയുന്ന ലെറ്റർ O തന്നെയാണ്. റെഡി? ഇനി അതുപോലെ എല്ലിന് ശേഷം വരുന്ന ലെറ്റർ ആണല്ലോ M. യെസ്, അപ്പോൾ M വെച്ചിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഡിക്ക് ശേഷം വരുന്ന ലെറ്ററാണ് E അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം O എന്ന് പറയുന്ന ഈ ഒരു ലെറ്ററിന് എന്തില്ല? കോഡ് ചെയ്തിട്ടില്ല. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് O എന്ന് പറയുന്ന ലെറ്റർ എന്ത് ചെയ്തിട്ടില്ല? കോഡ് ചെയ്തിട്ടില്ല.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ സൺസിൻ്റെ ആണ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൺസിൻ്റെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എസ്സിന് ശേഷം വരുന്ന ലെറ്റർ ടി ആണ് അല്ലേ, ടി. ഇനി ഓക്ക് ശേഷം വരുന്ന ലെറ്റർ എടുക്കണോ? വേണ്ട, കാരണം ഓയിന് എന്തില്ല? യെസ്, കോഡിങ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒ എന്ന് തന്നെ എടുക്കുന്നു. ഇനി എന്നിന് ശേഷം വരുന്ന ലെറ്റർ എന്താണെടാ? യെസ്, KLMNO. അതിനുശേഷം വരുന്നത് O ആണ്. ഇനി എസ്സിന് ശേഷം വരുന്നത് ഏതാണ്? ടി ആണ് അല്ലേ. അപ്പം നമുക്ക് കിട്ടും TOOT എന്ന് കിട്ടും നമ്മുടെ കോഡിങ് ലെറ്റർ അല്ലേ. അപ്പം നമുക്ക് കിട്ടും TOOT എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2 ആണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓപ്ഷൻ നമ്പർ 2 ടൂട്ട് എന്ന് പറയുന്ന ആ ഒരു കോഡിങ് ലെറ്റേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if education is coded as NOITACUDE and society is coded as YTEICOS, അങ്ങനെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ക്യാൻ ബി കോഡഡ് ആസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ 99% കുട്ടികളും ഇത് കറക്റ്റ് ചെയ്യും. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ തിരിച്ചിട്ടിരിക്കുകയാണ് അല്ലേ. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എഴുതിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? യെസ്, കോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സൊസൈറ്റി എന്ന ഈ ഒരു വേർഡിനെ റിവേഴ്സ് ചെയ്തിട്ടാണ് ഈ ഒരു കോഡ് എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യെസ്, വാട്ടർ എന്നതിനെ വീണ്ടും റിവേഴ്സ് ചെയ്യണം. അതായത് റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമുള്ള ലെറ്ററിനെ ആദ്യം എടുത്ത് എഴുതുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? കോഡ് വരുമ്പോൾ RETAW എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? RETAW എന്ന്. യെസ്, RETAW എന്ന ഓപ്ഷൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4 ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ 4 ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ, RETAW എന്ന ഓപ്ഷൻ. ഓക്കെ, സോ ഇത് 99% കുട്ടികളും ചെയ്യും. ഇനി പലർക്കും തെറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് കേട്ടോ, ആദ്യം പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ശരിയാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് NMMSൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് വരാനായിട്ട് പറ്റും. ഓക്കെ, നല്ലൊരു മെച്ചപ്പെട്ട റാങ്കിലേക്ക് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് പഠിച്ച് മുമ്പോട്ട് പോവുക കേട്ടോ. ഇനി അടുത്തത്, ഇത് 2019 NMMS എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരള NMMSന് ചോദിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് കോഡിംഗ് എന്ന സെക്ഷനിൽ ഒരുപാടധികം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം. കാരണം ഷുവറായിട്ടും വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് പേനയും പേപ്പറും ഒക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് ഇരുന്ന് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ടീച്ചർ എന്ന വാക്ക് ഇങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻറ്റിനെ കോഡ് ചെയ്തതിൻ്റെ ഓപ്ഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. NMMS എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൃത്യമായി പഠിച്ച് NMMS എക്സാമിന് പോവാം കേട്ടോ. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.